ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല പച്ചക്കൊഴുവ വറുത്ത പാക്കറ്റിലാക്കി വിൽപ്പന നടത്തി വരുന്ന ഒരുപാട് പേരുണ്ട്. ടൗണിലെ ഹോസ്റ്റലുകൾ, ക്യാൻറ്റീനുകൾ, ലോഡ്ജുകൾ, ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ ബേക്കറികൾ, മദ്യശാലയ്ക്ക് സമീപമുള്ള പെട്ടിക്കടകൾ എന്നിവിടങ്ങളിലൊക്കെ ഇത് വിൽപ്പന നേരിട്ടോ അല്ലാതെയോ നടത്തി പണം സമ്പാദിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പച്ചക്കൊഴുവ എങ്ങനെയാണ് നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. പല രീതിയിൽ നമുക്ക് കൊഴുവ പൊരിച്ചെടുക്കാം. ചുമ്മാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്ക് ഒരല്പം ഉപ്പും നാരങ്ങാനീരും ചേർത്ത് ഉണ്ടാക്കാം. ഇന്ന് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊഴുവ പൊരിച്ചതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ 1/2 കിലോ കൊഴുവയാണ്. ഇത് വെട്ടി ക്ലീൻ ചെയ്ത് നന്നാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല കളറൊക്കെ കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇഞ്ചിയുടെ അളവും അതുപോലെ വെളുത്തുള്ളിയുടെ അളവൊക്കെ കൂടുതലോ കുറച്ചോ ഒക്കെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകാണെങ്കിലും പെരിഞ്ജീരകമാണെങ്കിലും പൊടി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ വീട്ടിലുള്ളതുപോലെ എടുക്കാം. പിന്നെ ഒരല്പം കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 നാരങ്ങയുടെ നീര് കൂടി വേണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ നാരങ്ങ നീരും ചേർക്കാം ആ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മീനിൽ പുരട്ടുന്ന സമയത്ത് ചേർത്താലും മതി. നമുക്കിതൊന്ന് മിക്സിയിൽ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മീനിലേക്ക് ഞാൻ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മീൻ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അരപ്പെല്ലാം നന്നായിട്ട് മീനിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ പുരട്ടിയ ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് കുറഞ്ഞത് വെച്ച ശേഷം നമുക്ക് വറുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ചൂടായ ശേഷമേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. നമ്മുടെ കൊഴുവയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം. നത്തോലി. നത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരല്പം വലിയ ടൈപ്പ് കൊഴുവയാണ്. നത്തോലി നല്ല കറുമുറ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി ഒരു സെറ്റ് കൂടി ചെയ്യാനുണ്ട്. ബാലൻസ് ഇരിക്കുന്നതും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ നത്തോലി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കഴിച്ചു നോക്കി. വളരെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെയല്ല. നമ്മൾ എത്ര വേണമെങ്കിലും കഴിച്ചു പോകുന്ന ഒരു ടേസ്റ്റുള്ള ഒരു ഫിഷാണിത്. അത് ഇതേ രീതിയിൽ വറുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.